പട്ടാമ്പിയുടെ സ്വർണ്ണ ചാരുതയായി ദി ഗ്രാൻഡ് പഴേരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പെരിന്തൽമണ്ണ റോഡ്, മേലെ പട്ടാമ്പി. മഴക്കാലമായതോടെ ചാലിയാറും തീരവും വെള്ളത്തിൽ മുങ്ങുമെങ്കിലും താമസിച്ചു വെള്ളമെത്തുന്ന വാഴക്കാട് പണിക്കരപ്പുറായയിലെ വില്ലേജ് ഓഫീസ് നേരത്തെ വെള്ളത്തിലാണ്. വില്ലേജിനകത്തും പൊതുജനങ്ങൾ അപേക്ഷ എഴുതുന്നിടത്തുമെല്ലാം വെള്ളം. ദിവസവും ധാരാളം ആളുകൾ എത്തുന്ന വാഴക്കാട് വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന് 60 വർഷത്തെ പഴക്കമുണ്ട്. 3 മുറികളിൽ തുടങ്ങി പിന്നീട് വിപുലീകരിച്ചെങ്കിലും കെട്ടിടമാകെ ചോർച്ചയിലാണ്. നാശത്തിന്റെ വക്കിലാണിന്ന് വാഴക്കാട് വില്ലേജ് ഓഫീസ്. പുതുക്കി പണിയാൻ പ്രപ്പോസലുകൾ നൽകിയിട്ടുണ്ടെങ്കിലും ഇതുവരെ നടപടികളൊന്നും ആയിട്ടില്ല എന്ന് വില്ലേജ് വികസന സമിതി അംഗങ്ങൾ പറയുന്നു. ബിൽഡിങ്ങിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെയധികം ശോചനീയമാണ്. അവിടെ ഒരു ഫ്രണ്ട് ഓഫീസ് സംവിധാനമില്ല. കൂടാതെ അവിടെ ഫയലുകൾ സൂക്ഷിക്കാനുള്ള ഒരു സ്ഥലമില്ല. ബിൽഡിങ്ങിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെയധികം ശോചനീയമാണ്. ആകെ പൊട്ടിപ്പൊളിഞ്ഞ് 60 വർഷത്തിലധികം പഴക്കമുള്ള ഒരു ബിൽഡിംഗ് ആണ്. ആകെ ചോർന്നൊലിക്കുന്ന ഒരവസ്ഥയാണ്. ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ചാലിയാറിന്റെ തീരത്തുള്ള ഒരു തീരപ്രദേശമാണ്. എപ്പോഴും മണ്ണിടിച്ചിലും മറ്റും ഉണ്ടാകുന്ന ഒരു പ്രദേശം കൂടിയാണ് വെള്ളക്കെട്ടുകളാണെങ്കിൽ. അപ്പോൾ ഒരു ഡിസാസ്റ്ററായിട്ട് പ്രവർത്തിക്കേണ്ട ഒരു ബിൽഡിംഗ് എന്ന ഇത്തരം ഒരു അവസ്ഥയാണുള്ളത്. അതിൽ നിന്ന് എന്തായാലും ഒരു മാറ്റം വന്ന് പരിസരത്തുള്ള വില്ലേജുകളൊക്കെ സ്മാർട്ടായി അതിൻ്റെ കൂട്ടത്തിൽ വാഴക്കാട് വില്ലേജും സ്മാർട്ടാവേണ്ടതുണ്ട്. മഴക്കാലമായതോടെ കെട്ടിടത്തിന്റെ ചോർച്ച കാരണം വില്ലേജ് ഓഫീസിലേക്ക് വരുന്നവർ കുടയും ചൂടി വരേണ്ട അവസ്ഥയാണ്. റെക്കോർഡ് റൂം ഉണ്ടെങ്കിലും കനത്ത മഴ പെയ്താൽ അപേക്ഷകളും നനയും. ഏത് സമയവും വില്ലേജിലേക്ക് എത്തുന്നവരുടെ മേൽ വീഴാൻ പാകത്തിൽ ടെറസ് പൊളിഞ്ഞ നിലയിലാണ്. മഴ കനക്കുന്നതോടെ വാഴക്കാട് വില്ലേജിന്റെ 80% ഭാഗവും വെള്ളപ്പൊക്ക ഭീഷണിയും ബാക്കി വരുന്ന സ്ഥലങ്ങൾ മണ്ണിടിച്ചിൽ ഭീഷണിയും നേരിടുന്നുണ്ട്. ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കേണ്ട സ്ഥലമാണ് ഇന്ന് നാശത്തിന്റെ വക്കിലുള്ളത്.